സത്യത്തിനെ വെളിച്ചം കൂട്ടായിട്ടുണ്ടാവും. നെറുകേടിനെ താൽക്കാലികം മറവ് മാത്രമേ ഉണ്ടാവൂ. രമേ, നന്നായി കരയിച്ചവരൊക്കെ നന്നായിട്ട് കരഞ്ഞിട്ടേ ഈ ഭൂമി വിട്ടു പോയിട്ടുള്ളൂ. കാലം ഒന്നിനും കണക്ക് ചോദിക്കാതെ വിട്ടിട്ടില്ല, വിടുകയുമില്ല. ചിന്നു, ചിന്നു നിക്ക്. എടോ, ഞാൻ കോളേജിൽ കൊണ്ടാക്കാൻ തന്നെ. ആരുമില്ലാത്തവർക്ക് ഇതൊക്കെ അനുഭവിച്ചേ പറ്റൂ. എടോ, താനിങ്ങനെ ഒറ്റയ്ക്ക് പോകുന്ന കാണുമ്പോ എനിക്കെന്തൊരു വിഷമം പോലെ. താൻ നിക്ക്, ഞാൻ പോയി വണ്ടി എടുത്തിട്ട് വരാം. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. താൻ വന്നാലും എന്റെ രക്ഷകർത്താവില്ലല്ലോ. ഞാൻ തന്റെ രക്ഷകർത്താവെന്നങ്ങ് പറഞ്ഞാ പോരെ? അയ്യോ, രക്ഷകർത്താവെന്നും പറഞ്ഞ് പരിചയപ്പെടുത്താൻ പറ്റിയ മുഖം നോക്കിയേ. ഈ ചോക്ലേറ്റ് മുഖം വെച്ചിട്ടാണോ ഞാൻ എന്റെ രക്ഷകർത്താവാക്കുന്നേ? അതിനൊരു മാർഗമുണ്ട്. ഭാവിയിൽ രക്ഷകർത്താവാകാൻ പോകുന്ന ആള് എന്ന് പറഞ്ഞ എല്ലാരും അങ്ങ് വിശ്വസിച്ചോളൂ. അയ്യോ, എന്ത് നല്ല മലയാള പ്രയോഗം. ഭാവിയിലെ രക്ഷകർത്താവാകാൻ പോകുന്നയാൾ, അതായത് കാമുകൻ. കോളേജിൽ കൊണ്ടുപോയി പരിചയപ്പെടുത്താൻ പറ്റിയ സ്ഥാനം. കുഞ്ഞിങ്ങനെ നിന്ന് വെയില് കൊള്ളല്ലേ, എത്രയും വേഗം വീട് പിടിക്കാൻ നോക്ക്. വേണ്ടെങ്കി വേണ്ട. അയ്യോ, വേണ്ടെങ്കി വേണ്ടെന്നല്ല, വേണ്ട. ശരി, ഇയാള് പോയിട്ട് വാ, ഞാനിവിടൊക്കെ തന്നെ കാണും. ഓ, ആയിക്കോട്ടെ. ആരോടായിരുന്നു ഇത്രയും നേരം ഫോൺ സംഭാഷണം? അത് എന്റെ ബാംഗ്ലൂരിലുള്ളൊരു സുഹൃത്താ. നമ്മള് തുടങ്ങാൻ പോകുന്ന പുതിയ ബിസിനസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യായിരുന്നു. എന്നിട്ട് എന്തായി? അന്താരാഷ്ട്ര വിമാന സർവീസുകൾ ഇപ്പോ പ്രതിസന്ധിയിലാണല്ലോ. അതെല്ലാം ഒന്ന് പഴയ രീതിയിലാവണമെങ്കിൽ യുദ്ധം പൂർണ്ണമായിട്ട് നിൽക്കണം. അവസരം അറിഞ്ഞ് പ്രവർത്തിക്കുന്നവനാ യഥാർത്ഥ ബിസിനസ്സുകാരൻ. ഈ ഡൊമസ്റ്റിക് ഹെലികോപ്റ്റർ സർവീസ് ഈ സമയത്ത് നന്നായിട്ട് വർക്ക്ഔട്ട് ആവുന്ന ഒരു ബിസിനസ് ആണെന്നാ അലക്സ് പറയുന്നത്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അർജുൻ സാർ ഒന്നും പറഞ്ഞില്ല. എന്താ, ഈ ബിസിനസിന് സാധ്യത കുറവാണോ? ഐശ്വര്യ പറഞ്ഞ ബിസിനസ് ഒക്കെ വർക്കൗട്ട് ആവുന്നത് തന്നെയാ. പക്ഷേ KSRTCയുടെ MD വീട്ടില് പ്രൈവറ്റ് ബസ് വാങ്ങിയിട്ടിരിക്കുന്ന പോലെ ഇരിക്കും. ഞാനൊരു കമ്പനിയുടെ പൈലറ്റ് ആണെന്ന കാര്യം ഐശ്വര്യ മറന്നു പോകുന്നുണ്ട്. സോറി സർ. ഏയ്, എന്റെ ഭാര്യ എന്നോട് സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല. മാത്രമല്ല, എന്ത് ബിസിനസ് തുടങ്ങിയാലും അത് അമ്മയോട് ആലോചിക്കണം. അർജുൻ സർ, ചിലപ്പോ എന്റെ ഒരു ആഗ്രഹമായിരിക്കും, അല്ലെങ്കിൽ സ്വാർത്ഥതയും ആയിരിക്കാം. ഇനി അങ്ങോട്ടുള്ള കമ്പനിയിലെ എല്ലാ പ്രധാനപ്പെട്ട ഫയലുകളും അർജുൻ സാർ വേണം ഒപ്പിടാൻ. ഇവിടത്തെ പ്രധാന ഫയലുകളൊക്കെ ഈ ഐശ്വര്യലക്ഷ്മി ഒപ്പിടുന്ന നേരം വിദൂരമല്ല. ആന്റി പറഞ്ഞതൊക്കെ ദക്ഷമോൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? ആന്റി, എനിക്കെല്ലാം മനസ്സിലായി. ആ കാര്യം ഞാൻ ഏറ്റു. മോളെ, ആന്റിക്കറിയാം. മോളൊരു കാര്യം ഏറ്റാൽ അത് ഭംഗിയായിട്ട് ചെയ്യാനുള്ള തന്റെ ഇടവും ചങ്കുറപ്പും നിനക്കുണ്ടെന്ന്. പറ്റുമെങ്കിൽ ഒരു മുഴുഭ്രാന്തിയാക്കി അവളെ അവിടുന്ന് പറഞ്ഞു വിടണം.
അവളുടെ കഷ്ടകാലം തുടങ്ങി ആന്റി. ആന്റി പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോ അവളുടെ അച്ഛൻ അനുഭവിക്കുന്ന വേദനയേക്കാൾ വലിയ വേദനയായിരിക്കും അവൾ ഈ ക്യാമ്പസിൽ അനുഭവിക്കാൻ പോകുന്നത്. അത് കേട്ടാ മതി എനിക്ക്. ആ ശരി മോളെ, പച്ചക്ക്. ഓക്കെ. ആർക്കുള്ള കൊട്ടേഷനാണ് നീ ഏർപ്പാട് ചെയ്തത്? പാവങ്ങളുടെ ശാപം സമ്പാദിച്ച് മതിയായില്ലേ നിനക്ക്? ഇനിയും കണ്ണീര് വീഴ്ച് നിനക്കെന്താ നേടിയെടുക്കാനുള്ളത്? ഇന്നത്തെ വിലയും സ്റ്റേറ്റസും സമ്പത്തുമൊക്കെ രമാദേവി പടവെട്ടി നേടിയെടുത്തതാ. അതിനിടയില് പലരുടെയും കണ്ണീര് വീണിട്ടുണ്ടാവും. നേട്ടങ്ങളുടെ കൂമ്പാരത്തിൽ ആ കണ്ണീരും കരച്ചിലും രമാദേവിക്ക് എന്നും ഒരു ഹരവ. മറ്റുള്ളവരുടെ കണ്ണീര് വീഴ്ത്തി നീ കെട്ടിപ്പടുത്തൊന്നും ഒരുപാട് കാലം നിലനിൽക്കില്ല. സത്യത്തിനെ വെളിച്ചം കൂട്ടായിട്ടുണ്ടാവും. നെറുകേടിനെ താൽക്കാലികം മറവ് മാത്രമേ ഉണ്ടാവൂ. രമേ, നന്നായി കരയിച്ചവരൊക്കെ നന്നായിട്ട് കരഞ്ഞിട്ടേ ഈ ഭൂമി വിട്ടു പോയിട്ടുള്ളൂ. കാലം ഒന്നിനും കണക്ക് ചോദിക്കാതെ വിട്ടിട്ടില്ല, വിടുകയുമില്ല. വഴിയിൽ നിന്നാണോടി ഡാൻസ് കളിക്കുന്നത്? വണ്ടി വരുന്ന കണ്ടില്ലേ നീ?